എന്നെ മനസ്സിലായോ? ഞാൻ നാസർ, അബുദാബിയിൽ വർക്ക് ചെയ്യുന്ന. നീ മുഖാന്തരമാണല്ലോ മൊയ്നു സാറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിന് ചേരാൻ എനിക്ക് അവസരം കിട്ടിയത്. അതിൻ്റെ ആ ഒരു നന്ദി അറിയിക്കാൻ വേണ്ടി വിളിച്ചതാ. ഈ NLP എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആദ്യം എന്താ കരുതിയെന്ന് അറിയോ? സാധാരണ ഒരു മോട്ടിവേഷൻ ക്ലാസ്, ഇപ്പോൾ അവരിങ്ങനെ പരസ്യം ചെയ്യണം, അതിൽ വലിയ കാര്യമൊന്നുമില്ല, അങ്ങനെ തന്നെ ഞാൻ കരുതി. പിന്നെ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാൽ ശരി പറഞ്ഞിട്ട് ഞാനൊന്ന് ജോയിൻ ചെയ്താ. പക്ഷെ ക്ലാസ്സിന് പോയപ്പോണ്ടല്ലോ, എന്താ ഞാൻ നിന്നോട് പറയാ, ഒരു പ്രത്യേക ഫീൽ. ആള് കഴിവിൻ്റെ പരമാവധി നല്ല പെർഫോമൻസ് ആണ്. ഇനി ബാക്കി പഠിച്ചെടുക്കലും ഒക്കെ അവനാൻ്റെ മിടുക്ക് പോലെ ഇരിക്കും. കാരണം ജനങ്ങൾക്ക് അറിവില്ലാത്തതുകൊണ്ടല്ല, ഈഗോ ആണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈഗോനെ പറ്റിയിട്ടും ആള് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അത്ര നല്ല പെർഫോമൻസ് ആയിട്ടാണ് ആൾ എടുക്കുന്നത്. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായി. നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ക്ലാസ്സാണ്. ഇതിൽ പോയിട്ട് ആൾക്കാർക്ക് മാറാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. കാരണം സ്വയം വിലയിരുത്തണതൊക്കെ. ഞാൻ ആ ഡെമോ കണ്ടു. ഇപ്പോൾ ക്ലാസ് കൊണ്ട് എത്ര ഭംഗിയായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അത് അത്രയും ആത്മാർത്ഥമായിട്ടാണ് എടുക്കുന്നത്. നല്ല ഇഷ്ടമായി എനിക്ക്. കാരണം എനിക്ക് സബ്ജക്റ്റ് നല്ല താല്പര്യമാണ്. നമ്മളെ കയ്യിൽ എത്ര പൈസ ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം മനസ്സമാധാനം, നമ്മളെ വാക്കുകളിൽ നിന്ന് വരുന്ന ഒരു ഇത് മറ്റുള്ളവർക്ക് സമാധാനം കിട്ടുക എന്നുണ്ടെങ്കിൽ അതിലും വലിയ പുണ്യം വേറെ ഒന്നുമില്ല. ഇതൊരു സംഭവം കേട്ടോ, ഇതൊരു വെറൈറ്റിയാണ് ഒക്കെ. കാരണം ഇത് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളതൊക്കെ. അല്ലാതെ വെറുതെ ഒരു എന്തെങ്കിലും കാണാപ്പാഠം പഠിപ്പിക്കുകയല്ല, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുമില്ല. ഒക്കെ പ്രാക്ടിക്കലായിട്ട് അതിൽ ലയിക്കുകയാണെന്ന് പറയും. എന്തായാലും താങ്ക് യു. കാരണം ഇതൊക്കെ ശരിക്കും ഇനിയുള്ള ജനറേഷനിലെ കുട്ടികളൊക്കെ പഠിച്ചിരിക്കണം. കാരണം ജീവിതത്തിൽ ഒരു ഏജ് വരെ അവർക്ക് സന്തോഷം എന്താണെന്ന് അറിയില്ല. ഒരു എക്സാമ്പിള്, ഒരു ബൈക്കുള്ള ഒരാൾക്കാച്ചാൽ ഒരു കാറ് മേടിക്കാൻ, കാറുള്ള ഒരാൾക്കാച്ചാൽ വേറെ എന്തെങ്കിലും വാങ്ങിക്കാം. അങ്ങനെ ഒരു മൂഡ് ഔട്ട് പോലെ പോണത്. പക്ഷെ ഇതൊക്കെ അവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞുണ്ടല്ലോ, ഒരു ജീവിതത്തിൽ ഒരുപാട് സന്തോഷമുള്ള ദിവസങ്ങളാവും. പക്ഷെ അവർക്ക് താല്പര്യമാണ് കേട്ടോ. അല്ലാതെ ഇപ്പോൾ നമ്മൾ വെറുതെ ഒരാൾക്ക് പഠിപ്പിക്കാൻ നോക്കിയത് പഠിയില്ല. അത്രയും താല്പര്യം വേണം. കാരണം എടുത്ത് പറയേണ്ടത് പുറത്തുനിന്നൊന്നും കൊടുത്തത് നിങ്ങളെ ഉള്ളിലുള്ള കഴിവ് തന്നെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഉള്ളിലുള്ള കഴിവ് ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ സാധാരണക്കാരേക്കാൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ എളിമ നമുക്ക് വേണം. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അമൂല്യമായിട്ട് കിട്ടുന്ന ഒരു നിധി പോലെയാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു വീഡിയോ ആദ്യമായിട്ടാണ്. കുറേ മോട്ടിവേഷൻ്റെ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട്, അതിലൊക്കെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും. പക്ഷെ ഇതൊരു വെറൈറ്റിയാണ്. ഞാൻ പറഞ്ഞാൽ എല്ലാവരും ഇതൊക്കെ അറിഞ്ഞിരിക്കണം. നല്ലൊരു കാര്യം അതൊക്കെ. ഹായ്, എൻ്റെ പേര് നിതിൻ രാജ് എന്നാണ്. ഞാൻ കാലിക്കറ്റിലാണ്. വളരെ ആക്സിഡൻ്റലായിട്ടാണ് ഈ ഒരു NLP എന്ന് പറയുന്ന കോഴ്സസിനെ കാര്യങ്ങളെപ്പറ്റി ഞാൻ അറിയുന്നത്. അപ്പം ഡെഫിനറ്റ്ലി ഒരു ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അപ്പം കുറേ ഇൻഫർമേഷൻസ് കയറുന്നുണ്ടായിരുന്നു. ബട്ട് അതെല്ലാം ഒരു എക്സ്പീരിയൻഷ്യലായിട്ട് കിട്ടിയത് എനിക്ക് ഈ ഒരു കോഴ്സിൽ ഞാൻ എൻറോൾ ചെയ്യാൻ എടുത്തൊരു തീരുമാനത്തിൻ്റെ ബേസിസിലാണ്. അത് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. ഡെഫിനറ്റ്ലി ഒരു ബേസിക് കോഴ്സാണെങ്കിലും അതിലിപ്പോൾ നമ്മളൊരു ഓൺലൈൻ ആണെന്നുണ്ടെങ്കിലും അതിൽ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഭയങ്കര ട്രാൻസ്ഫോർമേറ്റീവ് ആണത്. അത് ഓരോരുത്തർ, അതായത് എന്താ, എനിക്കത് ശരിക്കും പറയാനത് എങ്ങനെയാണത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. വെരി വെരി മച്ച് ഹെൽപ്ഫുള്ളാണ്. ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഒരു അപ്കമിങ് കോഴ്സസും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ഉറ്റുനോക്കുന്ന ഒരാളാണ് ഞാൻ. സൂമൊക്കെ ആണെങ്കിൽ ഒരു ഭാഗത്ത് ഇരുന്നിട്ടല്ലേ ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. ഇതാ കൈകൊണ്ടും കാലുകൊണ്ടും കാണിക്കണം. ഫുള്ളൊരു ക്ലാസ് തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ. ഇതല്ലേ ഏറ്റവും സൂപ്പർ. ഒരു ക്ലാസ് ഇങ്ങനെ കാണല്ലേ നമ്മൾ ചെയ്യണത്. അത് ഒരു അത്ഭുത ക്ലാസ്. നമ്മളെ കോഴിക്കോട്ടത്തെ മാതിരി അല്ലല്ലോ, ഇതൊരു പ്രത്യേകത അല്ലേ. ഈ സമയമാകുമ്പോഴേക്കും തന്നെ ഇവിടുത്തെ 3-ാം ദിവസം എത്തിയമാതിരി ഇപ്പം തന്നെ. ഇതിൽ ഞാൻ എന്താ പറയാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എനിക്കിതിലൊന്നും പറയാനില്ല. കറക്റ്റാ ക്ലാസ് തന്നെ. ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന നമുക്ക് ഒരിക്കലും ഇതാക്കാൻ പോലും കഴിയൂല. കാരണം ഇങ്ങനത്തെ ഒരു പരിപാടി ഇത്ര ക്ലിയർ ആയിട്ട് വരുന്നേ. ആ തെറാപ്പിയൊക്കെ ഉണ്ടല്ലോ, ഒരു 1.5 വരും. പൊളിച്ചെടുക്കാന്ന് പറഞ്ഞാലും വേണ്ടില്ല. ശരിക്കും പറഞ്ഞാല് അഡ്വാൻസ് മാസ്റ്റർ ലെവലാണ് അത് നിൽക്കുന്നത്. കാരണം കറക്റ്റ് അത് ആ സമയത്ത് സാറ് പറയുന്നുണ്ടോ, സമാധാനം എന്നൊക്കെ പറയുമ്പോ തന്നെ അവരുടെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് അത് സംഭവിക്കും എന്ന് പറഞ്ഞപ്പോ തന്നെ അത് ഓൾറെഡി ഒരു എന്തോ ഒരു ഇത്
അങ്ങനെ ഇങ്ങനെ വരുന്ന ഓരോരോ ആക്ഷനിൽ തന്നെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. വളരെ കണ്ണിങ് ആയിട്ടുള്ള ഇതാണ് ആ വിഷ്വലിന്റെയും അതേമാതിരി ഇമോഷൻ ആൻഡ് ബിഹേവിയർ എന്നൊക്കെ അതൊക്കെ പറയണ്ടല്ലോ. ആ നമ്മളെ സംസാരത്തിന്റെ ലിംഗ്വിസ്റ്റിക്കിന്റെ ആ മാപ്പിലൊക്കെ പറയുമ്പോൾ വളരെ വ്യക്തമാണത്. വളരെ വളരെ വ്യക്തമായിട്ട്. അപ്പൊ എങ്ങനെയത് അഡ്വാൻസ് ആൻഡ് മാസ്റ്റർ അത്രേ പറയാൻ കഴിയുള്ളൂ. അത് വല്ലാത്തൊരു തന്നെ പറഞ്ഞില്ലേ. ഞാന് 3 സെക്ഷൻ ആയിട്ടാണ് 3 ഡേ മാതിരി തന്നെയാണ് അത് കണ്ടത്. ഭയങ്കര എഫക്റ്റ് ആണ് എന്ന് പറയാം. മറ്റേതുമാതിരി സാറ് പറഞ്ഞ അതേമാതിരി തന്നെ 1 വട്ടം 2 വട്ടമൊക്കെ തന്നെ ഇത് കാണാൻ പറ്റുള്ളൂ ഒരു ദിവസം തെറാപ്പിയുടെ ഒക്കെ. അതാണ് വളരെ വളരെ എങ്ങനെ ഇങ്ങനത്തെ പറയാന്ന് എനിക്ക് അറിയാൻ കഴിയില്ല. കാരണം ഞാൻ ഒരുപാട് അതിനെ ആസ്വദിച്ചു എന്നുള്ളതാണ് മെയിനായിട്ട്. പക്ഷേ ഏറ്റവും ഡീപ്പ് ലെവലിൽ ചെല്ലുമ്പോൾ എനിക്കൊരു സംഭവം സംഭവിക്കലുണ്ട്. അതൊക്കെ ഇന്ന് സംഭവിച്ചു അവിടെ കടന്നു.